ചങ്ങായിമാർ ഇന്നലെ വന്നിട്ട് നമ്മളെ സന്ദീപ് വാര്യയും നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരുപാട് പീഡന കേസ് കൊണ്ടുവരുന്നു, അവരെ ഊക്കി കൊല്ലുമെന്നും പറഞ്ഞ് വെല്ലുവിളിച്ചു പോയ രണ്ടാൾക്കാർ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നമ്മളെ പാലക്കാട്ട് ജിമ്മനായ പ്രശാന്ത് ശിവനും പിന്നെ നമ്മളെ പാലക്കാട്ടെ തോറ്റ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർജിയും. അതിൽ കൃഷ്ണകുമാർജി പെട്ട് പീഡന കേസിൽ പെട്ട് സന്ദീപ് വാര്യർക്കെതിരെ ആഞ്ഞടിക്കാൻ വേണ്ടി കുത്തിയിരുന്ന നമ്മളെ കൃഷ്ണകുമാർജിക്കെതിരെ വേറൊരാൾ ആഞ്ഞടിച്ച്, അതും BJP പാർട്ടിയിൽ നിന്ന് തന്നെ, വേറെ എവിടുന്നല്ല, BJPന്റെ ഉള്ളിൽ തന്നെ പീഡന പരാതി കൊണ്ട് ആഞ്ഞടിച്ച് നമ്മളെ കൃഷ്ണകുമാർജി എന്ന വൻമരം പടരം മൂഞ്ചി. എന്നിട്ട് ആ മൂഞ്ചലിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി മൂപ്പർ ഇന്നൊരു പത്രസമ്മേളനം നടത്തി. യാ മോനെ, കൃഷ്ണകുമാർജി അങ്ങനെ ചെയ്യൂലെന്ന് വിശ്വസിക്കുന്ന കുറെ ഊള BJPക്കാർ ഉണ്ടാവില്ല, ആ BJPക്കാർക്ക് വരെ വിശ്വാസം വന്ന് കൃഷ്ണകുമാറാട്ടൻ ഈ പീഡന കേസ് പ്രതിയാണെന്ന്. കാരണം അമ്മാതിരി പൊട്ടത്തരാന്ന് പത്രസമ്മേളനത്തിൽ വന്നിരുന്നിട്ട് ഈ കൃഷ്ണകുമാർജി പറഞ്ഞത്. തുടക്കത്തിൽ തന്നെ മാസമായിട്ട് തുടങ്ങാൻ വിചാരിച്ച നമ്മളെ കൃഷ്ണകുമാർജി പത്രസമ്മേളനം. പക്ഷെ മീഡിയ വണ്ട പത്രപ്രവർത്തകർ നിന്നിട്ടും ഇരുന്നിട്ടും കൃഷ്ണകുമാറിനെ ഊക്കി വിട്ട് ഒന്നും മിണ്ടാൻ കഴിയില്ല. തുടക്കത്തിൽ തന്നെ അണ്ണാക്ക് കയറി, കൃഷ്ണകുമാർജിന്റെ അണ്ണാക്ക് കയറിയിട്ട് ആ പത്രപ്രവർത്തകൻ വെടിപൊട്ടിച്ച്. നമുക്ക് ആദ്യം തന്നെ ആ വാർത്തയിലേക്ക് കടക്കാം. അങ്ങനെ കോടതിയിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ സെക്ഷൽ അബ്യൂസ് എന്നൊരു കാര്യം തന്നെ കോടതിയിൽ വന്നിട്ടില്ല, അങ്ങനെ ഒരു കേസേ വന്നിട്ടില്ല. അങ്ങനെ കേസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഇരയുടെ മൊഴി രേഖപ്പെടുത്തും. സെക്ഷൽ അബ്യൂസുമായി ബന്ധപ്പെട്ട കേസാണ്, സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട കേസാണ്. പിന്നീട് ഈ ഫിസിക്കൽ അബ്യൂസും സെക്ഷൽ അബ്യൂസും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് ഫിസിക്കലി വർദ്ധിച്ചു എന്നുള്ളതായിരിക്കും കേസ്. അല്ല, പരാതി കൊടുത്ത കൃഷ്ണകുമാർജി ഇപ്പൊ എന്താ വിചാരിക്കുന്ന അറിയാം? എന്തിന്റെ കേടായിരുന്നു എനക്ക്? ഈ പീഡന കേസ് വന്നാല് വീട്ടിൽ അനങ്ങാണ്ട് കുത്തിയിരുന്നാ പോരെ, അത് നിഷേധിക്കാൻ വേണ്ടി പത്രസമ്മേളനത്തിന് വരണ്ടേ? എന്തിന്റെ കേടായിരുന്നു കൃഷ്ണകുമാർജി ഇപ്പൊ സ്വയം ആലോചിക്കുന്നത്. നമുക്ക് ബാക്കി കൂടി കേൾക്കാം. പരാതി കൊടുത്തത് നിങ്ങൾ പരാതി വായിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ പഠിക്കേ, കേസിനെ കുറിച്ച് പഠിക്കേ. ആ ചങ്ങായി, നിങ്ങൾ ഈ അഴുക്ക പീഡന കേസ് പഠിക്കാനല്ലേ മലയാളിക്ക് ടൈമുള്ളത്? വേറെ ഒരു പണിയുമില്ലല്ലോ മലയാളിക്ക്. അടുത്ത വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും, ഈ പീഡന കേസിൽ കൃഷ്ണകുമാർജി 100% നിരപരാധിയല്ല എന്നുള്ളത്. നമുക്ക് അതും കൂടി കാണാൻ പാകം. ഞാൻ പറയാനുള്ള കഴിയട്ടെ. അപ്പോ ഈ 2023 ഓഗസ്റ്റിലും 2024 ജൂലൈയിലുമായിട്ട് 2 കേസും തള്ളിപ്പോയി കഴിഞ്ഞു. സ്വത്ത് തർക്ക്, അതെ. ഓഗസ്റ്റ് 16 സ്വത്ത് തർക്ക് കേസ്, 2023 ഓഗസ്റ്റ് 16 സ്വത്ത് തർക്ക കേസിൽ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി വന്നു. 2024 ജൂലൈ 24 ഇത് സംബന്ധിച്ച് ഇങ്ങനെ ഒരു വ്യാജ പരാതി കള്ളപ്പരാതി കൊടുത്തതിനെതിരായിട്ടുള്ള വിധിയും വന്നു. ഞങ്ങൾക്ക് അനുകൂലമായിട്ട് എവിഡൻസ് ഇല്ല എന്നുള്ളതിന്റെ പേരിലുള്ള വിധിയും വന്നു. ഇതിൽ കൂടുതൽ കോടതി തള്ളിക്കളഞ്ഞ ഒരു കേസിനെ സംബന്ധിച്ച് എന്ത് വിവാദം? കോടതി തള്ളിക്കളഞ്ഞതല്ല, കോടതി തള്ളിക്കളഞ്ഞ വിഷയമല്ല, സെക്ഷൽ അബ്യൂസ് എന്നുള്ളതല്ലല്ലോ അന്ന് കോടതി വിധിച്ചത്. നിങ്ങൾ വളച്ചൊടിക്കണ്ട. ആരാണ് കൃഷ്ണകുമാർജി വളച്ചൊടിക്കുന്നത്? കോടതി തള്ളിക്കളഞ്ഞ കേസ് ഏതാണ്? അത് വേറെ കേസല്ലേ? അത് നിങ്ങളെ സ്വത്ത് തർക്ക കേസാണ്, അല്ലാതെ പീഡന കേസല്ലല്ലേ കൃഷ്ണകുമാർജി. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കള്ളം പറഞ്ഞ് വളച്ചൊടിക്കുന്നത്? നിങ്ങളുടെ സംഘികളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടും നിങ്ങളെ സംഘികൾ തന്നെയാണ് ഈ കേസ് കൊടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീട്ടിൽ കിടന്നുറങ്ങിയാൽ പോരായിരുന്നു. ഒരാഴ്ച കിടന്നുറങ്ങി, ഒരാഴ്ച കഴിയുമ്പോൾ വേറെ ഏതെങ്കിലും കേസ് വരുമ്പോൾ മലയാളി ചെറുങ്ങനെ ഇത് മറക്കും. അപ്പൊ വല്ല എണീച്ചിങ് വന്നാ പോരായിരുന്നു. ഇതാണെങ്കിൽ ഇപ്പൊ വന്നിട്ട് വീട്ടിലെത്തിയിട്ടുമില്ല, നടു റോഡിലാണെങ്കിൽ പെടുകയും ചെയ്തു എന്ന് പറഞ്ഞ പോലെ കൃഷ്ണകുമാർജിയുടെ അവസ്ഥ. ഇനി നമുക്ക് കൃഷ്ണകുമാർജിയുടെ അടുത്ത മെഡിക്കലിലേക്ക് കടക്കുമ്പോ പോലീസിന്റെ കയ്യിൽ നിന്ന് സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ശാരീരികമായി അതിക്രമിച്ച കാര്യവും ചൂണ്ടിക്കാണിച്ച് പരാതി കൊടുത്തിട്ടുണ്ട്. അതിൽ പോലീസ് ഈ കാര്യത്തിൽ സെക്ഷൽ അബ്യൂസ്മെന്റ് ഉണ്ടായിട്ടില്ല എന്ന് കണ്ടിട്ട് ആ വകുപ്പ് ഒഴിവാക്കിയെന്നാണ് താങ്കൾ പറയുന്നത്. അതെ. അവര് കോടതിയിൽ നിന്ന് ഡയറക്ഷൻ വാങ്ങിയിരുന്നു. കോടതിയിൽ നിന്ന് ഇത് സംബന്ധിച്ച് ഡയറക്ഷൻ വാങ്ങിയിരുന്നു. കൃത്യമായിട്ട് അന്വേഷണം നടക്കണം എന്നൊക്കെ പറഞ്ഞ ഡയറക്ഷൻ അവര് വാങ്ങിയിരുന്നു. FIR കോപ്പി ഞാൻ എടുക്കാം. ക്രൈം നമ്പർ 712/2004 ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷൻ. അതിൽ പറയുന്നുണ്ടല്ലോ, ദ പ്രയർ ഓഫ് ദ പെറ്റീഷൻ മേ ബി പെർമിറ്റഡ് ടു ദ ഇൻവെസ്റ്റിഗേഷൻ.
എന്ത് FIR-ന്റെ പകർപ്പ്? അതെല്ലാം വേറെ എന്തെല്ലോ കേസിന്റെ പകർപ്പാണ്. ഇങ്ങനെ വന്ന് മെഴുകി പച്ചക്കള്ളം പറയലെന്നെ കൃഷ്ണകുമാർജി. നിങ്ങളെ കയ്യിലുള്ളതെല്ലാം വേറെ ഏതെല്ലോ പകർപ്പാണ്. പക്ഷെ വേറൊരു കാര്യം കേട്ടോ, ഇന്നലെ മറ്റേ പ്രശാന്ത് ശിവനല്ലേ ജിമ്മന് വേണ്ടി വാദിക്കാൻ വേണ്ടിട്ട് നമ്മളെ കൃഷ്ണകുമാർജി വന്നിന്. പക്ഷെ ഇന്ന് കൃഷ്ണകുമാർജി ഒരു ആപത്ത് പെട്ടപ്പം ഒരു ജിമ്മനും ഇല്ല, ഒരു കുമ്മനുമില്ല. കൃഷ്ണകുമാർജി ഒറ്റക്ക് വന്നിരുന്ന് തൂറി മെഴുകുന്നു. തൂറി സഹായിക്കാൻ വേണ്ടി വരെ ഒരുത്തനുമില്ല. ഇനി നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ മീഡിയ വണ്ണിൽ റിപ്പോർട്ടർ ഇത് കൃത്യമായിട്ട് വിവരിച്ചിരുന്നുണ്ട്. എന്താണ് ഈ കേസ് എന്നും ഈ കൃഷ്ണകുമാർ കാണിക്കുന്ന ഉഡായിപ്പ് എന്താണെന്നും നിങ്ങൾക്ക് ഈ റിപ്പോർട്ട് കണ്ടാൽ മനസ്സിലാവും. വിവരങ്ങളുമായി സാജിദ്, ഇന്ന് ഈ സംഗതി വിശദീകരിക്കാൻ എങ്ങനെയാണ് കൃഷ്ണകുമാർ ശ്രമിക്കുന്നത്? അദ്ദേഹം പറയുന്ന തുടക്കത്തിൽ പറഞ്ഞല്ലോ, കോടതി തന്നെ പൂർണ്ണമായും കുറ്റവിമുക്തനാക്കിയ കേസ് വീണ്ടും കൊണ്ടുവരികയാണെന്ന്. അതെങ്ങനെയാണ് ആ വാദം ദുർബലമാകുന്നത്? വിഷാദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേസ് എന്ന് പറയുന്നത് ഈ രാജീവ് ചന്ദ്രശേഖരൻ എന്ന BJPയുടെ സംസ്ഥാന പ്രസിഡന്റിന് പുതുതായി ലഭിച്ച പരാതിയാണ് നമ്മൾ വാർത്തയാക്കിയത്. പക്ഷേ ഇതിനെ പ്രതിരോധിക്കാനായി C കൃഷ്ണകുമാർ ഉയർത്തിക്കൊണ്ടുവന്നത് ഈ കോടതി തന്നെ തള്ളിക്കളഞ്ഞൊരു കേസാണ് ഇപ്പോൾ മീഡിയ വൺ വാർത്തയാക്കിയിരിക്കുന്നതെന്നും അതിനെതിരെ ഈ ഡിഫമേഷൻ നൽകും എന്നുള്ളതാണ്. പക്ഷേ കോടതി തീർപ്പാക്കിയതിൽ എവിടെയാണ് ഈ ലൈംഗിക പീഡന പരാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന ചോദ്യത്തിന് അദ്ദേഹം അത് ഉണ്ട് എന്ന് പറയുകയും പിന്നീട് അത് ഇല്ല, അതായത് അത് കോടതിയിൽ എത്തിയില്ല, പോലീസ് തന്നെ അന്വേഷിച്ച് അത് തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. ആദ്യം അദ്ദേഹം ഉയർത്തിയ വാദം മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പൊളിഞ്ഞു പോകുന്നു. പിന്നീട് അദ്ദേഹം അന്ന് ഈ പോലീസ് ഇത് വിശദമായി പരിശോധിക്കുകയും ഈ പോലീസിന് ഈ ലൈംഗിക പീഡന പരാതിയിൽ കഴമ്പില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോലീസ് തന്നെ തള്ളിക്കളഞ്ഞു എന്നൊരു വാദമാണ് അദ്ദേഹം ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഈ ചോദ്യങ്ങൾ തുടർച്ചയായി വന്നപ്പോഴും അദ്ദേഹം എന്റെ വായിൽ നിന്ന് ഞാൻ പീഡിപ്പിച്ചു എന്ന ഒന്ന് കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്ന് പറയുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. പിന്നീട് രാജീവ് ചന്ദ്രശേഖരന് ലഭിച്ച പരാതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നത് ഒരു സംസ്ഥാന പ്രസിഡന്റിന് ഒരു പരാതി ലഭിച്ചാൽ അത് ഓട്ടോമാറ്റിക്കായി അതിന് മറുപടിയായി പരിശോധിക്കാമെന്ന മറുപടി ലഭിക്കും, അതിന് അപ്പുറം ഉള്ള ഒരു കാര്യവുമില്ല, താങ്കൾക്കെതിരെ നടപടി ഉണ്ടാകില്ലെന്നാണ് വിശ്വാസം എന്ന് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് താൻ പറയാൻ ആളല്ല എന്ന് പറയുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. എന്തായാലും അദ്ദേഹം ആദ്യം ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചത് ഈ കോടതിയിൽ നിന്ന് തനിക്ക് അനുകൂലമായ വിധി ഉണ്ടായിട്ടുണ്ട്, കോടതി തന്നെ താൻ കുറ്റവിമുക്തനാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത് ഈ കേസുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവുമില്ലാത്ത മറ്റൊരു സ്വത്ത് തർക്ക കേസാണ് എന്നുള്ള വസ്തുത അദ്ദേഹത്തിന് തന്നെ സമ്മതിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ കണ്ട പണ്ടപ്പോ ഇയാളെ വെറുതെ വിട്ട ഒരു കോടതി വിധി എടുത്തുകൊണ്ടിട്ട് ഇപ്പൊ വന്ന പീഡന പരാതിന്റെ വിധിയാണെന്ന് പറയാൻ വേണ്ടി സക്കീർ വായിക്കാവോ? ലോകത്തിലെ ഏറ്റവും വലിയ ചെറ്റകാവോ? പക്ഷെ സംഘിക്കാവും, നമ്മളെ കൃഷ്ണകുമാർജി എന്ന സംഘിക്കാവും. ഇതല്ല, ഇതിലും വലിയ ഊണത്തരം കാണിക്കാൻ വേണ്ടി ഈ കൃഷ്ണകുമാർജിക്കാവും. അതുമാത്രല്ല, ഒറ്റക്ക് നിന്നും ഇരുന്നും തൂറി എറിയാനും തൂറി മെഴുകാനും ഈ കൃഷ്ണകുമാർജിക്കാവും. ഈ കൃഷ്ണകുമാർജി കെ ആകൂ. പക്ഷെ ഇതിന്റെ വേറൊരു സത്യാവസ്ഥ എന്താണെന്നറിയാം, ഈ പരാതി പുറത്തു കൊണ്ടുവന്നത് നമ്മളെ സന്ദീപ് വാര്യരോ അല്ലെങ്കിൽ കോൺഗ്രസുകാരോ അല്ലെങ്കിൽ CPM-ആരോ ഒന്നുമല്ല, എല്ലാം BJPന്റെ ഉള്ളിൽ തന്നെ ഇത് പുറത്തു വന്നിനി. അതായത് നമ്മളെ ഉള്ളി സുരേട്ടനില്ലേ, ആ ഉള്ളി സുരേട്ടനാണ് ഈ സംഭവെല്ലാം കുത്തി പുറത്തുകൊണ്ടിരുന്നത്. എന്താന്ന് വെച്ചാൽ ഞാനില്ലാത്ത, അതായത് ഉള്ളി സുരേന്ദ്രൻ ഇല്ലാത്ത ഒരു BJPക്ക് കേരളത്തിൽ വേണ്ട, കേരളത്തിൽ വാഴാൻ ഞാൻ അനുവദിക്കൂല എന്ന് ശപിച്ചുകൊണ്ട് ഉള്ളി സുരേട്ട സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോ വന്ന എല്ലാ പീഡന കേസ് പരാതികൾ ഇങ്ങനെ കുത്തിപ്പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ മൊത്തം പുറത്തു വന്നു കഴിഞ്ഞാൽ അതിന്റെ ലിസ്റ്റ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നീളമുള്ള പീഡന പരാതിയുടെ ലിസ്റ്റ് ആയിരിക്കുമെന്നാണ് നമ്മൾ ഉള്ളി സുരേട്ടനുമായി ബന്ധപ്പെട്ട സംഘിവൃത്തങ്ങൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കൃഷ്ണകുമാർജി ഈ മെഴുകിയത്, ഇപ്പൊ ഈ തൂറി മെഴുകിയത് അവസാനിപ്പിച്ചിട്ട് വേഗം വീട്ടിൽ പോയി കടന്നുറങ്ങിക്കോ. ഇനി ഒരു 10-15 ദിവസത്തേക്ക് പുറത്തേക്ക് വരണ്ട. ആ ജിമ്മന് വേണ്ടി വാദിക്കാൻ വേണ്ടി ഒരു കാര്യമില്ലാണ്ട് വന്നിട്ട് വെല്ലുവിളിച്ച് പോയിട്ടാണ് നിങ്ങൾ ഈ മൂഞ്ചിപ്പോയത്. എന്നിട്ട് നിങ്ങൾ മൂഞ്ചിയിരിക്കുന്ന സമയത്ത് ആ ജിമ്മനും ഇല്ല, ഒരു കുമ്മനും ഇല്ല. അതുകൊണ്ട് ഇനി വെല്ലുവിളിക്കാണ്ട് അനങ്ങാണ്ട് മൂലൊക്കെ ഇരുന്നോ. നിങ്ങൾ ഇനി വെല്ലുവിളിച്ച് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസുകാരോ CPM-കാരോ അല്ല നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുക, നിങ്ങളുടെ സ്വന്തം ഉള്ളിയാട്ടനായിരിക്കും. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.